ഏകാധിപതി മോദി വലിയ ഭയപ്പാടിലാണ്. തന്റെ അധികാരത്തിന്റെ കാലം അവസാനിച്ചു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയ തരത്തിലാണ് ഭ്രാന്ത് പിടിച്ച് ഇപ്പോൾ ഇവർ പ്രവർത്തിക്കുന്നത്. ഭയന്നു വിറച്ച മോദിയും കൂട്ടരും സോഷ്യൽ മീഡിയയിൽ ഓടി നടന്ന് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ കമ്പനികളെ സമ്മർദ്ദം ചെലുത്തി ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ആണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വളരെയേറെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ദിവസങ്ങൾക്കുള്ളിൽ മോദി ഭരണകൂടം ഇന്ത്യയിൽ മരവിപ്പിച്ചത്. അതുപോലെ വളരെയേറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇതിനെതിരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് വരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം അവർ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെയെല്ലാം വിലക്കെടുത്തു. വഴങ്ങാത്തവരെ EDയെയും CBIയെയും ഇൻകം ടാക്സിനെയും ഒക്കെ ഉപയോഗിച്ച് റെയ്ഡ് ചെയ്ത് വരുതിയിലാക്കി. സത്യസന്ധമായി പ്രവർത്തിച്ചിരുന്ന NDTVയെ ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമച്ച് അവസാനം അദാനിയുടെ കയ്യിൽ എത്തിച്ചു. അങ്ങനെ മീഡിയകളെ സമ്പൂർണമായി അവരുടെ കുഴലൂത്തുകാരാക്കി മാറ്റി. അത്തരം സന്ദർഭത്തിൽ ഇവരുടെ തനിനിറം തുറന്നു കാണിക്കാൻ വളരെയേറെ സോഷ്യൽ മീഡിയ പ്രവർത്തകർ മുന്നോട്ട് വന്നു. നിരന്തരമായി സോഷ്യൽ മീഡിയ പ്രവർത്തകരെയും സമ്മർദ്ദത്തിലാക്കുകയും റെയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും അവർ ഒന്നും വഴങ്ങിയില്ല. പിന്നീട് അവസരം കിട്ടുമ്പോഴൊക്കെ അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അവർ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ട്വീറ്റുകളുമൊക്കെ സോഷ്യൽ മീഡിയ കമ്പനികളോട് സമ്മർദ്ദം ചെലുത്തി ഡിലീറ്റ് ചെയ്യിക്കുകയും ചെയ്തു പോന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഇത് വലിയ തോതിലാണ് നടപ്പിലാക്കുന്നത്. ഇവരെ വിമർശിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കുന്നു. മോദിയെയും മോദി സർക്കാരിനെയും വിമർശിക്കുന്ന പലരുടെയും പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യിക്കുന്നു. 100 കണക്കിന് അക്കൗണ്ടുകളാണ് ഇങ്ങനെ ഇന്ത്യയിൽ പിൻവലിച്ചത്. ഇതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇത്. ഈ അക്കൗണ്ടുകളൊക്കെ മോദിയുടെയും കൂട്ടരുടെയും തനിനിറം തുറന്നു കാണിക്കുന്നതും സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആയിരുന്നു. ദ വയറിന്റെ ഈ റിപ്പോർട്ട് കണ്ടോ? എക്സ് വളരെയേറെ പാരഡി ഹാൻഡിലുകളുടെയും ആക്ടിവിസ്റ്റുകളുടെയും അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചു. അതിന് കാരണമായി പറഞ്ഞത് മോദി സർക്കാരിൽ നിന്നുള്ള ലീഗൽ ഡിമാൻഡ് ആണ് എന്ന്. ആദ്യം ഇവർ ചില പോസ്റ്റുകളായിരുന്നു ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അക്കൗണ്ടുകൾ തന്നെ ഇന്ത്യയിൽ നിന്ന് പിൻവലിപ്പിച്ച് ഇരിക്കുകയാണ്. എക്സ് അക്കൗണ്ടുകൾ മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, അതുപോലെ പ്രമുഖമായ ഹിന്ദി യൂട്യൂബ് അക്കൗണ്ടുകൾ വരെ ഇത്തരത്തിൽ മരവിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പിൻവലിച്ചിരിക്കുകയാണ്. വളരെ പ്രമുഖമായ ഒരു ഹിന്ദി യൂട്യൂബ് ചാനലാണ് 4PM ഇന്ത്യ എന്ന ചാനൽ. മുൻപ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവരുടെ യൂട്യൂബ് ചാനൽ മോദി സർക്കാർ പിൻവലിപ്പിച്ചതാണ്. എന്നാൽ അന്ന് അവർ കോടതിയിൽ പോയതോടുകൂടി ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ വീണ്ടും 4PMന്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിന്ന് പിൻവലിപ്പിച്ചിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് അവർ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ആദ്യം ഞങ്ങളുടെ ദേശീയ ചാനലിന് ലോക്ക് ഇട്ടു, പിന്നീട് ഞങ്ങളുടെ ആങ്കറിന്റെ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ട് ഗവൺമെന്റ് ഭയപ്പെട്ടു, ആ റീൽ റിമൂവ് ചെയ്തു. ഇപ്പോൾ എല്ലാ പരിധിയും ലംഘിച്ച് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അതുപോലെ കാരവൺ മാഗസിൻ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ഇത്. ഇന്ത്യ ടുഡേയുടെ 2002 കവർ പേജ് കാണിച്ചുകൊണ്ട്. ഇന്നലെ അവരുടെ ഈ പോസ്റ്റ് ഇന്ത്യയിൽ നിന്ന് പിൻവലിപ്പിച്ചു. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 69A പ്രകാരമാണ് ഇത് പിൻവലിപ്പിച്ചത് എന്ന് അവർക്ക് നോട്ടീസ് കിട്ടി. യാതൊരു ഗുണവുമില്ലാത്ത റെയിൽവേ IT മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അശ്വിനി വൈഷ്ണവിന്റെ മന്ത്രാലയമാണ് ഇതെല്ലാം ചെയ്യുന്നത്. IT മന്ത്രാലയം മാത്രമല്ല, മറ്റു മന്ത്രാലയങ്ങൾക്കും ഇനി ഇതുപോലെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനും പോസ്റ്റുകൾ നീക്കം ചെയ്യാനുമുള്ള അധികാരം കൊടുക്കാനുള്ള നീക്കത്തിലാണ് മോദി സർക്കാർ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദാനിയുടെ NDTV ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് ഇത്. IT മന്ത്രാലയം മാത്രമല്ല, മറ്റു മന്ത്രാലയങ്ങൾക്കും സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ഉടനെ ലഭിക്കും എന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു മന്ത്രാലയങ്ങൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്രം നോക്കുകയാണ് എന്ന്. അതായത് ഇനി മോദി വിശ്വഗുരുവാണ്, മോദി അല്ലാതെ വേറെ ആരും ഇവിടെ വേണ്ട എന്ന് പറയുന്ന മോദി സ്തുതികൾ പാടുന്ന അക്കൗണ്ടുകൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് മോദിയുടെയും കൂട്ടരുടെയും മനസ്സിലിരിപ്പും പ്രവർത്തികളും. സംഘികൾ മാത്രമുള്ള ഒരു നോർത്ത് കൊറിയയാണ് മോദി ലക്ഷ്യം വയ്ക്കുന്നത്. ഹിന്ദിയിലെ വളരെ പ്രമുഖനായ ഒരു യൂട്യൂബറാണ് ശ്യാം മീര സിംഗ്.
അദ്ദേഹം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം ഒരു വഴിയോര കച്ചവടക്കാരനോട് ചോദ്യം ചോദിക്കാൻ വന്നു. അപ്പോൾ UP പോലീസ് കടന്നു വന്ന് അദ്ദേഹത്തോട് നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്, ID കാണിക്കൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. താനൊരു പത്രലേഖകനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടുകൊള്ളൂ. तो आज मैं इलेक्ट्रिसिटी और एलपीजी के मुद्दे पर ग्राउंड रिपोर्ट के लिए गया था नोएडा। तो वहाँ पे मैं एक चाय वाले से बात कर रहा था कि क्या समस्या आ रही है, इलेक्ट्रिसिटी का बिल कैसा आ रहा है, एलपीजी की क्या समस्या है। इतने में नोएडा पुलिस आती है और कहती है कि भाई तुम क्या कर रहे हो, कौन लोग हो, तुम्हारा क्या नाम है। मैंने बोला कि हम पत्रकार हैं, मेरा नाम श्याम मीरा सिंह है, हमारा यूट्यूब चैनल है। बोले ID दिखाओ और बिना परमिशन के तुम यहाँ पे वीडियो नहीं बना सकते। बोले परमिशन, किस बात की परमिशन भाई, और ID हम दिखा देंगे, लेकिन ये तो बताओ कौन सा रूल है ऐसा कि भाई एक पत्रकार किसी से बात कर रहा हो, रिपोर्टिंग कर रहा हो, या एक सिटीजन बात कर रहा हो और उसे कौन से रूल के तहत आप उसे ID दिखाने के लिए और ये कहने लग जाओगे कि परमिशन मांगो। इतनी सी बात पर नोएडा पुलिस के 3 लोग मुझे और मेरे कैमरामैन को गाड़ी में डालकर जबरदस्ती थाने ले और FIR दर्ज की कि मेरी वजह से 70-80 लोग इकट्ठा हो गए थे और मैं शांति भंग कर रहा हूँ। सड़क के साइड में खड़े होकर एक चाय वाले से सिंपल LPG और इलेक्ट्रिसिटी बिल पर पूछने पर इनकी शांति भंग हो रही है। मुकदमे में लिखा है कि मैं शांति भंग कर रहा था, मैंने ट्रैफिक जाम कर दिया और मैंने पता नहीं क्या कर दिया, जबकि मैं एक आदमी से बात कर रहा था, सिंगल आदमी से। ഞാൻ ഇന്ന് നോയിഡയിൽ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും LPGയെക്കുറിച്ചും ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനായി പോയി. അവിടെ ഞാൻ ഒരു ചായക്കടക്കാരനോട് എന്ത് പ്രശ്നമാണ് ഉള്ളത്, ഇലക്ട്രിസിറ്റി ബിൽ എത്രയാണ്, LPG ഷോർട്ടേജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി. ഉടനെ പോലീസ് വന്ന് താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. നീ ആരാണ്, നിന്റെ പേര് എന്താണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ പത്രപ്രവർത്തകനാണ്, എൻ്റെ പേര് ശ്യാം മീരാ സിംഗ് എന്നാണ്, എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ID കാണിക്കാൻ പറഞ്ഞു. പെർമിഷൻ ഇല്ലാതെ ഇവിടെ വീഡിയോ എടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്ത് പെർമിഷൻ, ഏത് കാര്യത്തിലാണ് പെർമിഷൻ വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ID കാണിച്ചു. പക്ഷേ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്രപ്രവർത്തകർ ആരോടൊക്കെ ചോദ്യം ചോദിക്കണമെന്ന് പോലീസ് തീരുമാനിക്കുന്നത്? അവസാനം ഇയാളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്തു. എന്താണ് ചാർജ് എന്നറിയാമോ? ഇയാൾ സമാധാനാന്തരീക്ഷം തകർത്തു, ഇയാൾ കാരണം 80-100 പേർ അവിടെ തടിച്ചുകൂടി എന്നൊക്കെയാണ് ചാർജ് ചെയ്തത്. മോദിയും കൂട്ടരും പരിപൂർണമായി വലിയ ഭയപ്പാടിലാണ്. ഇന്ത്യൻ ജനത അവർക്ക് പരിപൂർണമായി എതിരായി കഴിഞ്ഞു, ജനങ്ങളെല്ലാം സത്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ സത്യം തുറന്നു കാണിക്കുന്നവരെ, അവരുടെ സ്തുതികൾ പാടാത്തവരെയെല്ലാം അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് നടക്കുകയില്ല എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇന്ത്യയാണ്, സംഘികളുടെ അപ്പന്റെ വകയല്ല. മോദിയെ പിന്തുണയ്ക്കുന്ന 1 രൂപയുടെ വിവരമില്ലാത്ത തലച്ചോറില്ലാത്ത സംഘികൾക്ക് മോദി പുകഴ്ത്തൽ പറയുന്നവർ മാത്രം മതി എന്ന അഭിപ്രായമാണ് ഉള്ളത്. അല്ലാത്തവരെയെല്ലാം പിടിച്ച് ജയിലിൽ അടയ്ക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഇന്ത്യയിലെ ജനാധിപത്യം തകർക്കാൻ സംഘികളെ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങളെ ജനങ്ങൾ തല്ലി ഓടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളൂ. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുന്നത് പോലെ പേടിച്ചേർന്ന മോദിയും കൂട്ടരും അവസാന കൈയായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും പ്രവർത്തകരെയും അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ഈ കിരാത നയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?